Welcome to Guru Rai. Today we are going to discuss about pairs of equations. So first of all, what do you mean by linear equations? Linear equation in two variables of equations which can be expressed as ax plus by plus c is equal to 0, where a and b, c are real numbers. Then both a and b are non-zero numbers. So first of all, we want to know about linear equations. What do you mean by linear equations? Linear equations means ഒരു രണ്ട് വേരിയബിൾസ്, അതായത് എക്സ് വൈ എന്ന വേരിയബിൾസ് കൊണ്ട് നമ്മളൊരു ഇക്വേഷൻ ഫോം ചെയ്ത് ആ ഇക്വേഷനോട് നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. സോ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നതാണ് ഈ ലീനിയർ ഇക്വേഷന്റെ ഫോർമാറ്റ്. അതായത് എ ബി സി ആർ റിയൽ നമ്പേഴ്സ്. ഈ മൂന്ന് വേരിയബിൾസും വേരിയബിൾസ് അല്ല, കോൺസ്റ്റൻസ്. അതായത് എ ബി സി എന്നത് ഈ എക്സിന് വൈന്റെ എന്താണ് കോഎഫിഷ്യൻസ് ആണ്. അപ്പൊ അതൊരു കോൺസ്റ്റന്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യുക, എ ബി സി ആർ റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് മീൻസ് എന്താ, ഇൻഫിനിറ്റി വരാം, ഇൻഫിനിറ്റി നമ്പേഴ്സ്, 0 അപ് ടു ഇൻഫിനിറ്റി നമ്പേഴ്സ്. അതായത് ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, നെഗറ്റീവ് ഇൻഡിജേഴ്സ്, പോസിറ്റീവ് ഇൻഡിജേഴ്സ്, ദെൻ ഫ്രാക്ഷൻസ്, അൺഫ്രാക്ഷൻസ് ഒക്കെ വരുന്നതാണ് എന്ത്, റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ എ ബി സി എന്തായിരിക്കും, റിയൽ നമ്പേഴ്സ് ആയിരിക്കും. പിന്നെ ബോത്ത് എ ആൻഡ് ബി ആർ നോൺ സീറോ, അതായത് 0 വരരുത് ആ നമ്പേഴ്സിൽ. എയും ബിയും എന്താണ്, രണ്ട് എക്സ് വൈ എന്ന വേരിയബിൾസ് ഉള്ള കോഎഫിഷ്യൻസ് അടങ്ങിയതാണ് ഈ എക്സ് വൈ എന്നുള്ള രണ്ട് വേരിയബിൾസ്. അതിൽ എന്തുണ്ടാവാൻ പാടില്ല, സീറോസ് ഉണ്ടാവാൻ പാടില്ല. സോ എന്താണ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പഠിച്ചു. നെക്സ്റ്റ് പെയർസ് ഓഫ് ഇക്വേഷൻ എന്താണെന്ന് പഠിക്കണം. Solving pairs of equations indicate the pairs or pairs representing simultaneously linear equations. ഈ ഒരു പെയർസ് ഓഫ് ഇക്വേഷനിലും നമ്മൾ എന്താണ് ഫോളോ ചെയ്യുന്നത്, ലീനിയർ ഇക്വേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഒരു പെയർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്ന്, ഫോർ എക്സാമ്പിൾ ഒരു ബഞ്ച് ഓഫ് ചോക്ലേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ചോക്ലേറ്റിന്റെ എണ്ണം അല്ലെങ്കിൽ ആ ചോക്ലേറ്റിന്റെ പൈസ എത്രയാണ് കണ്ടുപിടിക്കുന്നതാണ് പെയർസ് ഓഫ് ഇക്വേഷനിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. സോ നെക്സ്റ്റ് സ്ലൈഡിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് അടങ്ങിയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ the price of the table and the chair together rupees 5,000. The price of the table and 4 chair is rupees 8,000. What is the price of each? So ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് രണ്ട് കണ്ടന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. The price of the table and the chair together rupees 5,000. അതായത് ടാബിളിന്റെയും ചെയറിന്റെയും രണ്ടും കൂടി അടങ്ങിയിട്ടുള്ളത് 5,000 രൂപയാണ്. അതായത് 5,000 rupees ആണ്. The price of the table and 4 chair is rupees 8,000. രണ്ടാമത്തെ സെക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ടാബിളിനും 4 ചെയറിനും കൂടി 8,000 rupees ആണ്. What is the price of each? What is the price of each means ഒരു ടാബിളിന്റെയും ഒരു ചെയറിന്റെയും പ്രൈസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഓൾ ടുഗദർ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ലെറ്റ് us we take x as table and y as chair. അപ്പൊ ആദ്യം നമ്മൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, എക്സ് ടാബിൾ ആയിട്ടും വൈ ചെയർ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ആദ്യത്തെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് കണ്ടന്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ്, അതായത് ഒരു ടാബിളും ഒരു ചെയറും കൂട്ടിയാൽ നിങ്ങൾക്ക് 5,000 rupees കിട്ടും. അതായത് ഇവിടെ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5,000 rupees. അത് ഇക്വേഷൻ 1 ആയിട്ട് നമ്മൾ കൂട്ടിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ലീനിയർ ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്സും വൈ എന്നുള്ള വേരിയബിൾസ്, രണ്ട് വേരിയബിൾസ് എടുക്കാനുള്ള കാരണം ഇതൊരു ലീനിയർ ഇക്വേഷനിലൂടെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. സോ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5,000. അത് ഇക്വേഷൻ 1. അതായത് ഒരു ചെയറും ഒരു ടാബിളും കൂട്ടിയാൽ 5,000 rupees. അതാണ് ഈ ഒരു ഫസ്റ്റ് ഇക്വേഷന്റെ മീനിങ്. നെക്സ്റ്റ് എക്സ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു 8,000. അതായത് ഒരു ടാബിളും 4 ചെയറും കൂടി കൂട്ടിയാൽ 8,000 rupees. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഞങ്ങൾ മീൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ ഒരു ടാബിളും ഒരു ചെയറും 5,000.
രണ്ടാമത്തെ ഇക്വേഷനിൽ ഒരു ടാബിളും 4 ചെയറും 8,000 rupees. അപ്പൊ ഈ 2 ഇക്വേഷൻസ് ഇവിടെ നമ്മൾ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഈ 2 ഇക്വേഷനിലും എന്താണ്, രണ്ടാമത്തെ ഇക്വേഷനിൽ ഒരു കോഎഫിഷ്യന്റ് ഉണ്ട് അല്ലെ, ഒരു നമ്പർ ഉണ്ട് അതിൽ. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഓൾറെഡി അവിടെ ഒരു വൈക്ക് ഒരു വാല്യൂ വന്നിട്ടുണ്ട്. സോ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് എടുക്കാം. കാരണം വെച്ചാൽ എക്സിനും വൈക്കും എന്തില്ല, കോഎഫിഷ്യൻസ് ഇല്ല. അതിന്റെ ഒന്നുകിൽ നിങ്ങൾക്ക് വൈ ആയിട്ട് എടുക്കാം, y is equal to എന്നിട്ട് എടുക്കാം, അല്ലെങ്കിൽ x is equal to എടുക്കാം. സോ കുറച്ച് ഈസി ആയിട്ട് ഞാനിവിടെ x is equal to 5,000 മൈനസ് y. എങ്ങനെയാണ് ഈ മൈനസ് y അപ്പുറത്ത് വന്നിരിക്കുന്നത്? അതായത് ഇവിടെ പ്ലസ് y ആണെങ്കിൽ എപ്പോഴും ഇസ് ഈക്വൽ ടുവിന്റെ പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും അത്, അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയ മൈനസ് ആയിരിക്കും. അതായത് x is equal to 5,000 മൈനസ് y. ഇനി ഇതൊരു ഫോർമാറ്റ് പോലെ ഞങ്ങൾ അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി അടുത്തത് put x is equal to 5,000 y in equation 2. അതായത് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് എക്സിന്റെ വാല്യൂ 5,000 മൈനസ് y ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് 5,000 മൈനസ് y പ്ലസ് 4y is equal to 8,000. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എല്ലാ കോൺസ്റ്റന്റ് നമ്പേഴ്സ്, അതായത് നമ്പേഴ്സ് ഒക്കെ ഒരു സൈഡും വേരിയബിൾസ് എല്ലാം മറ്റൊരു സൈഡായിട്ട് നമ്മൾ ഇവിടെ ചെയ്യണം. കാരണം ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന രീതിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ y is equal to നമുക്കൊരു വാല്യൂ കിട്ടും. സോ മൈനസ് y പ്ലസ് 4y is equal to 8,000 മൈനസ് 5,000. സോ മൈനസ് പ്ലസ് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവും പോസിറ്റീവും ഓൾവേസ് നെഗറ്റീവ്. അപ്പൊ അവിടെ മൈനസ് y പ്ലസ് 4, വൈയും മൈനസ് 4y മീൻസ് പ്ലസും